ഇപ്പോഴത്തെ സാംബ അന്താരാഷ്ട്ര അതിർത്തിയിൽ വെടിവെപ്പുണ്ടാവുകയാണ്. പാക് റേഞ്ചേഴ്സ് വെടിയുതിർത്തിരിക്കുന്നു. പക്ഷേ തിരിച്ചടിക്കുന്നുണ്ട് BSF എന്നുള്ള വിവരമാണ് നമുക്ക് ലഭ്യമാകുന്നത്. അതായത് ഇപ്പോഴും അവസാനിച്ചിട്ടില്ല. ഇപ്പോഴും ഈ വെടിവെപ്പ് ഉൾപ്പെടെയുള്ള പ്രത്യാക്രമണങ്ങൾ തുടരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അർജുൻ പീതാംബരൻ, അർജുൻ, ഈ സാംബ അതിർത്തിയിൽ വെടിവെപ്പ് എപ്പോഴും തുടരുകയാണ്. എന്താണ് അവിടെ സംഭവിക്കുന്നത്? അക്ഷയ, അല്പം മുൻപാണ് സാംബ അതിർത്തിയിൽ ഈ പാക് റേഞ്ചേഴ്സിൻ്റെ പ്രകോപനം ഉണ്ടായിരിക്കുന്നത്. കാരണം ഏകദേശം അരമണിക്കൂർ 3/4 മണിക്കൂർ നേരം മുൻപാണ് ഈ സാംബ അതിർത്തി വഴി ചില നുഴഞ്ഞു കയറാനുള്ള ശ്രമം ഉണ്ടാക്കുന്നത്. അത് ഈ കനത്ത ആർട്ടിലറി ഫയറിങ്ങിനും അതുപോലെ തന്നെ ഷെല്ലിങ്ങിനും പിന്നാലെയാണ് ശ്രദ്ധ തിരിച്ചുകൊണ്ട് അതിലൂടെ ഈ ഭീകരരെ നുഴഞ്ഞു കയറ്റാനുള്ള ശ്രമത്തിലേക്ക് പാക് സൈന്യം കടന്നത്. പക്ഷേ അവിടെ BSF വളരെയധികം ജാഗ്രത പുലർത്തി നിലയുറപ്പിച്ചിരുന്നു. പ്രധാനമായിട്ടും ഇന്ത്യ പ്രത്യാക്രമണം ആരംഭിച്ച് അതുപോലെ തന്നെ ഷെല്ലിംഗ് എല്ലാം ആരംഭിച്ച സാഹചര്യത്തിൽ നുഴഞ്ഞുകയറ്റ ശ്രമം ഇന്ത്യ ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും വ്യക്തമായിട്ടുള്ള കാര്യം. അതായത് പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. ആ ഒരു ഘട്ടത്തിൽ പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നുമുണ്ടായ ഏറ്റവും ബുദ്ധിമോശപരമായിട്ടുള്ള കാര്യമാണ് അതുവഴി ഭീകരരെ ഇന്ത്യയിലേക്ക് കടത്തിവിട്ടത്. അതായത് സൈന്യത്തിന് ഇന്ത്യക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാനാവുന്നില്ല. ഇന്ത്യൻ ഷെല്ലിങ്ങിന് മുന്നിൽ, ഇന്ത്യയുടെ ഡ്രോൺ ആക്രമണങ്ങൾക്ക് മുന്നിൽ പാകിസ്ഥാൻ്റെ സൈന്യത്തിന് പിടിച്ചു നിൽക്കാനാവുന്നില്ല. പിന്നീട് അവരുടെ പരമ്പരാഗത രീതിയായിട്ടുള്ള ഭീകരരെ നിയന്ത്രണ രേഖ വഴി അകത്തേക്ക് പ്രവേശിപ്പിച്ച്, അതായത് ഈ അന്താരാഷ്ട്ര അതിർത്തിക്ക് അടുത്തുള്ള ഈ നിയന്ത്രണ രേഖയാണ് സാംബ അതിർത്തിയിൽ വരുന്നത്. അതുവഴി ഇന്ത്യക്ക് അകത്തേക്ക് കയറ്റി പൊതുജനങ്ങൾക്ക് നേരെ, അതായത് സാധാരണക്കാർക്ക് നേരെ ആക്രമണം അഴിച്ചുവിടുക. അതിലൂടെ ഈ സൈനികരുടെ, അതായത് അതിർത്തിയിൽ നിലയുറപ്പിച്ചിരിക്കുന്ന സൈനികരുടെ ശ്രദ്ധ തിരിക്കുക. സ്വാഭാവികമായിട്ടും ഭീകരർ അകത്തേക്ക് നുഴഞ്ഞു കയറി ഈ പൂഞ്ചിലും രജൌരിയിലുമുള്ള ഗ്രാമവാസികൾക്ക് നേരെ വെടിയുതിർക്കുമ്പോൾ, അവിടെ ഒരു ആക്രമണം നടക്കുമ്പോൾ വലിയ രീതിയിൽ റീസ്ക്രാമ്പിൾ ചെയ്യേണ്ടി വരും ഇന്ത്യയിൽ അതിർത്തിയിൽ നിലയുറപ്പിച്ചിരിക്കുന്ന സൈന്യമെന്ന് പറയുന്നത്. അവരുടെ ശ്രദ്ധ തിരിയും. ആളുകളെ സംരക്ഷിക്കേണ്ട ഒരു അധിക ചുമതല കൂടി ഉണ്ടാകും. അപ്പോൾ കൂടുതൽ സൈന്യത്തെ അവിടേക്ക് വിന്യസിക്കേണ്ടിയിരിക്കുന്നു. അത്തരത്തിലൊരു റീസ്ക്രാമ്പിളിങ്ങിൻ്റെ ആവശ്യമുണ്ടാകും. ആ ഒരു ലക്ഷ്യമാണ് പാകിസ്ഥാൻ ഇവിടെ ഈ ഭീകരരെ നുഴഞ്ഞു കയറ്റത്തിലൂടെ ഉറ്റുനോക്കിയത്, അല്ലെങ്കിൽ ഉന്നം വെച്ചത്. പക്ഷേ അവിടെ BSF നിലയുറപ്പിച്ച കാര്യം ഒരു പക്ഷേ പാകിസ്ഥാൻ മറന്നുപോയിട്ടുണ്ടാവും. അല്ലെങ്കിൽ BSF എന്നുള്ളൊരു അർദ്ധ സൈനിക വിഭാഗം കൂടി നമ്മുടെ പക്കലുണ്ട്, എന്തിനും തയ്യാറായിട്ട് എന്നുള്ള കാര്യം ഒരു പക്ഷേ അവർ മറന്നു പോയിട്ടുണ്ടാകാം. അതുകൊണ്ട് തന്നെ സർവ്വസജ്ജരായി നിന്നിരുന്ന BSFനെ അവർ കണ്ടില്ല. BSFൻ്റെ വായ്ക്കകത്തേക്ക് ഈ ഭീകരർ ചെന്ന് കയറുന്നു. അവിടെ വെച്ച് തന്നെ ഇവരെ പിടികൂടാനോ കസ്റ്റഡിയിൽ ഒടുക്കാനോ ഒന്നും തന്നെ നിന്നില്ല. അവിടെ വെച്ച് തന്നെ എല്ലാത്തിനെയും തീർക്കുകയാണ് BSF ചെയ്തത്. നിരവധി ഭീകരർ അവിടെ തന്നെ വെടിയേറ്റ് വീണ് മരിച്ചു എന്നുള്ള കാര്യം BSF വ്യക്തമാക്കുന്നുണ്ട്. അതിന് പിന്നാലെയാണ് പാക് റേഞ്ചേഴ്സ്, അതായത് ഇന്ത്യക്ക് എന്താണോ BSF അതുപോലെ തന്നെയാണ് പാകിസ്ഥാനെ സംബന്ധിച്ച് പാക് റേഞ്ചേഴ്സ് എന്ന് പറയുന്നത്. അതിർത്തി കാക്കുന്ന, നിയന്ത്രണ രേഖ കാക്കുന്ന പാകിസ്ഥാന്റെ പാരാ കമാൻഡോ. ഇന്ത്യയുടെ തിരിച്ചുള്ള പ്രത്യാക്രമണവും അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്.